ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലെ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ. അങ്ങനെ നമ്മുടെ അനാമികയെ വിശ്വസിച്ച് ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അനിക്ക് സത്യം പറഞ്ഞാൽ അനാമികയുടെ ഈ കള്ളത്തരങ്ങളൊന്നും അറിയില്ല. അനിയുടെയും അനാമികയുടെയും ജീവിതം തകരാതിരിക്കാൻ വേണ്ടി മൂർത്തിയും അതുപോലെ വസന്തരയും അവിടെ ഉള്ളവരൊക്കെ ചേർന്ന് അനാമികയുടെ പല കള്ളത്തരങ്ങളും ഒളിച്ചു വെക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അനാമികയെ പറഞ്ഞു വിടാൻ പറ്റാത്തത് അനാമിക ഗർഭിണിയാണ് എന്ന് അവിടെ ഒന്ന് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഗർഭിണിയാണ് എന്ന് ഓർത്തിട്ടാണ് എല്ലാവരും ഒരു ഇളവ് നമ്മുടെ അനാമികയ്ക്ക് കൊടുക്കുന്നത്. അത് മാക്സിമം അനാമിക മുതലെടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ആ ഒരു കഥയൊക്കെ. അപ്പൊ ഏതായാലും ഈ ഒരു സമയം എനിക്ക് യാതൊരു സംശയമില്ലാതെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണ് എനിക്ക് സംശയം ഉണ്ടാകുന്ന ഒരു കാര്യം അവിടെ ഉണ്ടാകുന്നത്. കാരണം ഈ അനാമികയ്ക്ക് ഒരു കാർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നല്ലോ വേണു. അത് നമ്മൾ കഴിഞ്ഞു പോയ കഥയാണ്. അപ്പൊ അനാമികയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്ന ആ ഒരു കാറ് ഇപ്പൊ നമ്മുടെ അനിക്കത് വേണ്ട. അനന്തപുരം തറവാട്ടിൽ ആവശ്യത്തിലേറെ വണ്ടികളുണ്ട്, അതുകൊണ്ട് ഇപ്പൊ അത് തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞ് അത് വേണുവിന് തിരിച്ചു കൊടുക്കുകയും വേണു ആ വണ്ടി എന്ത് ചെയ്തു, വീട്ടില് ഇട്ടേക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് ഒരു വാടകക്കാറായിരുന്നു, വേറെ ആരുടെയോ കാർ വാടകയ്ക്ക് എടുത്തതായിരുന്നല്ലോ. അങ്ങനെ വെറുതെ പറ്റിക്കാൻ വേണ്ടി ഇവര് വലിയ സാമ്പത്തികം ഉള്ളവരാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണല്ലോ വേണു അന്ന് അങ്ങനെയൊക്കെ കുറച്ച് കുരുപ്പ് ചെയ്തത്. ഏതായാലും അത് വലിയൊരു തൊല്ലയായിട്ട് മാറുകയാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ അനി എന്താ കാണുന്നത്, അതേ വണ്ടി അതേ നമ്പർ. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇത് എന്ത് പറ്റി, ഇത് പെട്ടെന്ന് ഈ വണ്ടി കണ്ടു കഴിഞ്ഞപ്പം അയ്യോ ഇത് അനാമികയുടെ അച്ഛൻ വേണുവെങ്കിൽ എനിക്ക് തന്ന വണ്ടിയാണല്ലോ എന്നിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു. ഓഹോ, അപ്പൊ ഇതെങ്ങനെ ഇവരുടെ കയ്യിലെത്തി, എന്തോ ഒരു സംതിങ് പ്രോബ്ലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി എന്ത് ചെയ്തു, അനി ആ വണ്ടിക്കാരനെ തടഞ്ഞു നിർത്തിയിട്ട് അതെ ഇത് ആരുടെ കയ്യിൽ നിന്ന് മേടിച്ച വണ്ടിയാന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, അത് പിന്നെ ഇത് ആരുടെ കയ്യിൽ നിന്ന് മേടിച്ച വണ്ടിയാന്നാ നിങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇത് ഞാൻ മേടിച്ച വണ്ടി, ഇത് എന്റെ വണ്ടി അല്ല, ഇത് സാറിന്റെ വണ്ടി ആയിരിക്കാം, പക്ഷെ ഇത് ആരുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്, ഇത് എവിടെ നിന്ന് മേടിച്ചതാണ്? അത് പിന്നെ ഇത് ഞാൻ ഷോറൂമിൽ നിന്ന് നേരത്തെ എടുത്ത പുതിയ വണ്ടിയാ, ഇതിപ്പോ എടുത്തിട്ട് ഏകദേശം 1 വർഷം ആകാൻ പോവാ, ഞാന് പുതിയതായിട്ട് എടുത്ത വണ്ടിയാ, ഇത് സിംഗിൾ, ഞാൻ മാത്രമാണ് ഇതിന്റെ ഓണർ, വേറെ ആരും ഇതിന്റെ ഓണർ ഇതുവരെ ആയിട്ടില്ല, ഇത് പുതിയതായിട്ട് ഞാൻ മേടിച്ചതാണ് ഷോറൂമിൽ നിന്ന്, എനിക്ക് ഇഷ്ടപ്പെട്ടു മേടിച്ച വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കൊടുക്കുകയില്ല. ഇപ്പൊ താങ്കൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പം ഹേയ് ഒന്നുമില്ല സാറേ, ഞാന് പെട്ടെന്ന് എനിക്ക് പരിചയമുള്ള ഒരു വണ്ടിയാണെന്ന് തോന്നി, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. വല്ലാതെ അങ്ങ് സംശയം തോന്നുകയാണ് നമ്മുടെ അനിക്ക്. ഈ വണ്ടി ഇനി വിറ്റോ? അനാമിക അങ്ങനെ വിൽക്കാൻ വഴിയില്ലല്ലോ, അവർക്ക് അങ്ങനെ സാമ്പത്തിക ബാധ്യതയൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനായിരിക്കും ഈ വണ്ടി? ഇനിയിപ്പം എന്നോട് കള്ളം പറഞ്ഞതായിരിക്കുമോ? ഏയ് ഒരു എത്തുമിടിയും കിട്ടുന്നില്ലല്ലോ. അന്നൊക്കെ എല്ലാവരും അനാമികയെ കുറ്റപ്പെടുത്തുകയും അനാമിക കള്ളിയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം അനാമിക എല്ലാവരും സ്നേഹിക്കുന്നുമുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയായിരിക്കും ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, യാതൊരു തരത്തിലും മനസ്സിലാവുന്നില്ല. ഏതായാലും അനി നേരെ ചെല്ലുകയാണ്. അനി നേരെ ചെന്ന് നമ്മുടെ അനാമികയോട് ചോദിക്കുകയാണ്, അല്ല അനാമികയെ, നിങ്ങൾ അന്ന് എനിക്കൊരു വണ്ടി ഗിഫ്റ്റ് ആയിട്ട് തന്നില്ലേ, ആ വണ്ടി ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചു. പെട്ടെന്ന് അനാമിക ഒന്ന് ഞെട്ടി കേട്ടോ. അനാമിക പറഞ്ഞു, അതെന്താ അനി ഇപ്പം പെട്ടെന്ന് ആ ഒരു വണ്ടിയുടെ കാര്യം അനി ചോദിക്കണത്? അല്ല ആ വണ്ടി ഇപ്പൊ എവിടെയാ, എനിക്ക് ആ വണ്ടി അത്യാവശ്യമായിട്ടൊന്ന് വേണമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അച്ഛനെ അറിയത്തുള്ളൂ അത് എവിടെയാണെന്ന്. ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 3-4 വണ്ടികളൊക്കെ ഉണ്ട്, അപ്പൊ അത് പല ഗോഡൌണിലൊക്കെ ആയിട്ട് ഇട്ടേക്കാണ്, അപ്പൊ എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല എന്ന് പറഞ്ഞു. എങ്കിലേ ഞാൻ വേണു അങ്കിളിനെ വിളിച്ചോളാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ വേണു അങ്കിളിന്റെ അടുത്തേക്ക് പൊക്കോളാം, എനിക്ക് ആ വണ്ടി ഒന്ന് അത്യാവശ്യമായിട്ട് വേണം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ആകപ്പാടെ പെട്ടുപോയില്ലേ. അനാമിക വല്ലാതെ നിന്ന് വിയർക്കാണ്. അനി പോയ തക്ക് നോക്കി പെട്ടെന്ന് രേവതിനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ ആകെ പ്രശ്നമായമ്മേ, ഇത് വലിയ പ്രശ്നമായി തീരുന്നാ തോന്നുന്നത്. എന്താ മോളെ, എന്ത് പ്രശ്നമായെന്നാ പറഞ്ഞേ? ഇനി നിന്റെ കള്ളഗർഭം അവിടെ ആരെങ്കിലും കണ്ടുപിടിച്ചോ? ഹേയ് അതൊന്നും അല്ല, എനിക്ക് ഈ വീട്ടിൽ എന്നെ സംശയമില്ലാത്തത് ഇപ്പൊ അനിക്ക് മാത്രമേ ഉള്ളൂ. അനിയുടെ മുമ്പിൽ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അനിയിപ്പൊ എന്നെ സ്നേഹിച്ചു തുടങ്ങിയേക്കുന്നത്. ഇതിപ്പോ എല്ലാം കയ്യിൽ നിന്ന് പോകുന്ന പോലെയാ. അച്ഛൻ ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നതല്ലേ, ലാസ്റ്റ് ഞാൻ അത് അനുഭവിക്കുന്നത്. മോളെ എന്താണെന്ന് വെച്ചാ നീ ഒന്ന് തുറന്നു പറ. അത് പിന്നെ അന്ന് എനിക്കും കൂടെ ഗിഫ്റ്റ് തന്നില്ലേ ഒരു വണ്ടി, കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിൽ വന്നപ്പം ആ വണ്ടി ഇപ്പൊ എവിടെയുള്ളത്? ആ വണ്ടി ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചാല് അത് നമ്മുടെ വണ്ടി അല്ലല്ലോ, അതിപ്പോ അതിന്റെ ഓണറുടെ കൈ കാണും. എന്നാ പെട്ടൂന്ന് കൂട്ടിക്കോ, ഹനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ വണ്ടി കാണാനായിട്ട്, ആ വണ്ടി എനിക്ക് വേണമെന്നാ പറഞ്ഞത്. അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും മോളെ എന്ന് പറഞ്ഞു. അപ്പം വേണു അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ വേണു വന്നിട്ട് എന്താ രേവതി എന്ന് ചോദിച്ചു. രേവതി പറഞ്ഞു, മോളുടെ കയ്യിൽ തന്നെ കൊടുക്കാം, മോള് തന്നെ പറയുന്നു പറഞ്ഞു. അങ്ങനെ രേവതിയോട്
വേണു ചോദിച്ചു, അനാമികയോട് എന്ത് പറ്റുമോളെ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അച്ഛാ ഇവിടെ ആകെപ്പാടെ പ്രശ്നമായിട്ടിരിക്കുക, എന്റെ ജീവിതം തകർന്നു പോകുന്ന മട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് മാത്രം ഈ വീട്ടിൽ എന്നെ സംശയമില്ലാത്തത്, ബാക്കിയുള്ള എല്ലാവർക്കും എന്നെ സംശയമുണ്ട്. പിന്നെ എനിക്ക് സംശയം ഉണ്ടാകാതിരിക്കാനും ഞങ്ങളുടെ ജീവിതം നന്നായിട്ട് പോകാനും വേണ്ടി മാത്രം കള്ളത്തരങ്ങളൊന്നും എല്ലാം മുത്തശ്ശൻ അറിഞ്ഞിട്ട് പറയാതിരിക്കുന്നത്. ദേ ഇപ്പം വലിയ പ്രശ്നമാവുന്ന തോന്നുന്നത്. ദേ എന്റെ പൊന്നു മോളെ, നീ ഒന്ന് തെളിച്ച് പറ. അത് പിന്നെ അന്ന് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന വണ്ടി, ആ വണ്ടി അന്വേഷിച്ച് അനി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്തോ ഉണ്ട്, എന്തൊക്കെയോ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടി അന്വേഷിച്ച് അനി അങ്ങോട്ടേക്ക് വന്നത്. ശോ മോളെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ വണ്ടി ഇവിടെ ഇല്ലല്ലോ. ആ വണ്ടി അതിന്റെ യഥാർത്ഥ ഓണറുടെ കയ്യിലാ ഉള്ളത്. ആ എങ്കിൽ പിന്നെ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം അച്ഛൻ കണ്ടുപിടിക്കുക. അല്ല ഇപ്പൊ എന്താ പറയുക? ആ വണ്ടി മറിച്ചു വിറ്റെന്ന് പറഞ്ഞാലോ? അച്ഛൻ എന്ത് കോപ്പെങ്കിലും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് പ്രശ്നം സോൾവ് ആക്കാൻ നോക്ക്. മോള് സമാധാനമായിട്ടിരിക്കുക. ഏതായാലും ഒരു കള്ളത്തരം പറഞ്ഞാൽ അതിന്റെ പുറകെ 10-100 കള്ളത്തരം പറഞ്ഞേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കള്ളത്തരത്തിലൂടെ ഇത് നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയം ആകെ പേടിച്ചു വരച്ച് നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു വിഷയം നമ്മുടെ ആദർശിനോട് പോയി പറയാൻ കേട്ടോ. അനി എല്ലാം ആദർശിനോട് പറയൂല. അപ്പൊ ആദർശിനോട് പോയി പറഞ്ഞു, ആദർശേട്ടാ ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെ ആ ഒരു വണ്ടി ഞാൻ കണ്ടായിരുന്നു, അത് അന്ന് ഇവിടെ കൊണ്ടുവന്ന വണ്ടി തന്നെയാണ്, അതേ നമ്പർ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും എടാ ചിലപ്പോ അത് അങ്ങനെ അല്ലായിരിക്കും, നീ ആ കാര്യം വിട് എന്ന് ആദർശ് ഇങ്ങനെ പറഞ്ഞു ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോഴും അനി പറഞ്ഞു, ഞാൻ സത്യം ആദർശേട്ടാ പറയുന്നത്, ഞാൻ ആ വണ്ടി കണ്ടിരുന്നു, എന്തോ അതിന്റെയൊക്കെ പിന്നിൽ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കതങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. ഞാൻ ഏതായാലും അനാമികയുടെ വീട്ടിലേക്ക് പോയി ആ വണ്ടി എന്തെന്ന് ചോദിക്കണം, ആദർശേട്ടനും കൂടെ വാ നമുക്കൊന്ന് പോയി ചോദിക്കാന്ന് പറയുമ്പം, എടാ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നാണക്കേടല്ലേ? അതിന്റെ ഒന്നും കാര്യമില്ല, ഇവിടെ എത്ര വണ്ടികൾ കിടപ്പുണ്ട്, ഇനിയിപ്പൊ ആ വണ്ടി അവരുടെ അല്ലെങ്കിലും ഓക്കെ, നമുക്കതങ്ങ് വിട്ടുകളയാം. അങ്ങനെ വിട്ടുകളഞ്ഞാൽ പറ്റില്ലല്ലോ ആദർശേട്ടാ. അങ്ങനെ കള്ളം പറഞ്ഞ് ഒരു വണ്ടി കൊണ്ടു തരേണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് ഏതായാലും അനാമികനെ വിശ്വാസക്കുറവൊന്നുമില്ല. ഇപ്പം എന്റെ ഒരു കുഞ്ഞ് അനാമികയുടെ വയറ്റിൽ വളരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പോട്ടെ, ഞാനിപ്പോ അനാമികയായിട്ട് വഴക്കും ഉണ്ടാക്കാറില്ല. പക്ഷെ ഇതെനിക്കറിയണം, ഇത് കള്ളത്തരമാണോ അതോ സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. വേണമെങ്കിലും പല കള്ളത്തരത്തിലൂടെയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ആദർശേട്ടൻ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അനാമിക ഗർഭിണിയായതിൽ പിന്നെയാണ് ആദർശേട്ടനൊക്കെ ഇങ്ങനെ അനാമികനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതെനിക്കറിയാം എന്തുകൊണ്ടാണെന്നൊക്കെ. കാരണം എന്റെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകാൻ, അതിനുവേണ്ടിയല്ലേ ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഏതായാലും അതൊക്കെ പോട്ടെ, എനിക്കിപ്പം വേറെ ഒന്നുമില്ല. അത് അവരിപ്പം വെറുതെ പറഞ്ഞാണെങ്കിൽ ഓക്കെ, ഞാൻ അതങ്ങ് തള്ളിക്കളഞ്ഞേക്കാം. പക്ഷെ എനിക്കറിയണം, എന്നെ ഇത്രയും നാള് കബളിപ്പിച്ചത് എന്തിനാണെന്ന് എനിക്കറിയണം. ആ വണ്ടി അവരുടെ അല്ലെങ്കിൽ പിന്നെ അവര് മേടിച്ച വണ്ടി എവിടെ പോയി എന്ന് എനിക്കറിയണം. ഏതായാലും ആ വണ്ടി തന്നെയാണ്, അത് ഉറപ്പാണ്. ആ വണ്ടി ആയതുകൊണ്ട് തന്നെ ആ വണ്ടി മറച്ചു വെക്കാൻ വഴിയില്ല. കാരണം ആ വണ്ടി അയാള് പുതിയതായിട്ട് ഷോറൂമിൽ നിന്ന് എടുത്തതാ. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തോ ഇല്ലേ എന്ന് ചോദിച്ച് ഭയങ്കര സംശയം നമ്മുടെ അനിക്ക്. ആകെപ്പാടെ പെട്ടുപോയി. നയനയോടും ആദർശ് പറഞ്ഞു. ആദർശ് നയനയോടും പറഞ്ഞു, ഇനിയിപ്പൊ അവനെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്ത്, ഇനിയിപ്പൊ അവിടെ ഇവിടെ അന്വേഷിച്ചു കഴിഞ്ഞ് ചുമ്മാ എന്തോ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ആദർശേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കണ്ടേ, അവൻ ഇത് കണ്ടെത്തിയേ പറ്റൂന്നും പറഞ്ഞുകൊണ്ട് അവൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനൊരു മാർഗ്ഗമേ ഉള്ളൂ, ഇനിയിപ്പോ മുത്തശ്ശനോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു വണ്ടിയുടെ ഓണറിനെ കണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറയണം. കാരണം ആ വണ്ടിയുടെ ഓണർ തിരുത്തി പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ ഇതാകെപ്പാടെ പ്രശ്നമാകും. ഇനി അവരുടെ ജീവിതം ഇതായിട്ട് തകരാൻ ഇടയാകരുത്, ഇങ്ങനെ അവരുടെ ജീവിതം തകരാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ മുത്തശ്ശനോട് നമ്മുടെ നയനയും ആദർശും കാര്യം ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഞാൻ എന്താ മക്കളെ ചെയ്യേണ്ടത്? ഒരു നുണ പറയാൻ വേണ്ടി 100 നുണകളായി ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഈ നുണ എന്ന് പറയുന്ന സാധനം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ അനാമികയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ഓർത്തിട്ട് ഇത്രമാത്രം കള്ളങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. എനിക്കറിയില്ല ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഒരാളുടെ മുമ്പിൽ ചെന്ന് യാചിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പം, വേണ്ട, മുത്തശ്ശന്റെ സമ്മതം ഉണ്ടെങ്കിൽ ഞാൻ അയാളോട് പോയി പറഞ്ഞോളാം എന്ന് ആദർശ് പറയാൻ കേട്ടോ. ഏതായാലും ആദർശിന്റെ ഒരു ഗതികേടെ. ഏതായാലും ആദർശ് അയാളെ കാണുകയും അയാളോട് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, ഇത് നിങ്ങൾ വേണുവിന്റെ കയ്യിൽ നിന്ന് മേടിച്ച വണ്ടിയാണെന്ന് പറയണമെന്ന്. ഏതായാലും ഒരു തരത്തിൽ പ്രശ്നങ്ങൾ ഓരോന്നായി ഒതുക്കി തീർത്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ നയനയെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല നയനെ, നമുക്ക് ഇത് ഗർഭം കള്ളമാണോ സത്യമാണോ എന്ന് തെളിയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോരോ കള്ളത്തിനും കൂട്ടു നിൽക്കേണ്ടി വരും. അപ്പം എനിക്കും ഇങ്ങനെ പ്രസവം അടുക്കാറായിട്ടൊക്കെ നിൽക്കുകയാണല്ലോ, അപ്പൊ അതിനു മുമ്പ് തന്നെ ഇതിന് ഒരു അവസാനം വേണമെന്ന് നമ്മുടെ നവ്യ നയനയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഭാഗമൊക്കെ ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ വരാനിരിക്കുന്ന ഭാഗമാണ്. ഇനിയിപ്പോ വരാനിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്നോ നാളെയോ വരാനിരിക്കുന്ന വിശേഷമല്ല ഞാൻ പറയുന്നത്, ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പൊ
അപ്കമിങ് വിശേഷങ്ങളിലെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഉച്ചയ്ക്ക് പറയാനെത്തുന്നത്. നമ്മുടെ ഫുൾ വിശേഷം നമ്മുടെ മെയിൻ ചാനലിൽ എന്നും ഇടുന്നുണ്ട്. നാളത്തെ പ്രമോ വിശേഷവും നമ്മുടെ മെയിൻ ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. നമുക്കിപ്പം ഒരു 9K സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോവാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പൊ ചിലവരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഈ ഒരു കഥ വെറുതെ പറയുന്നതാണ്, കള്ളക്കഥയാണെന്നൊക്കെ. ഞാൻ കള്ളക്കഥ പറയുന്നതല്ല, നമുക്ക് കിട്ടുന്ന ചില ഇൻഫർമേഷൻ, നമുക്ക് കിട്ടുന്ന ആ ഒരു വിവരമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ചിലപ്പോൾ സീനിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വന്നേക്കാം. ചിലപ്പോൾ ഈ ഒരു സീൻ കട്ട് ചെയ്യുമോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. കാരണം ഞാനിപ്പോ പറയുന്നത് നമുക്ക് കിട്ടുന്ന കഥകൾ തന്നെയാണ്. ഒരിക്കലും നമ്മൾ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നതല്ല. ഈ ഭാഗമൊക്കെ ഉള്ളതാണ്. ഏതായാലും അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായേക്കും. ഇനിയിപ്പോ വരാനിരിക്കുന്നതാണെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ 1 മാസം 2 മാസം ഒക്കെ എടുത്ത് ഇങ്ങനെ പതുക്കെ അറിയാലോ നിങ്ങൾക്ക്, നമ്മുടെ കഥ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പതിയെ പോകുന്നുള്ളത് കൊണ്ട് ഇതെന്ന് വരുന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഇത് കാണാനും കേൾക്കാനും ആഗ്രഹം ഉള്ളവരുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ എന്നും വീഡിയോ ഇടുന്നത്. അപ്പം ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, ചിലര് കമന്റ്സ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എത്ര നമ്മൾ ആവർത്തിച്ചിട്ട് പറഞ്ഞാലും ഇത് ഇന്നും നാളെയും വരുന്ന കഥയല്ലല്ലോ, ഇത് ഈ ജന്മത്തിൽ വരുന്ന കഥയല്ലല്ലോ, അതുമല്ല ഇത് ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിപ്പം വന്നിട്ടില്ലാത്ത കഥ തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരുപാട് നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.